ശാലിനി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള വാഹനം ഇപ്പോൾ അവിടെ നിന്നും യാത്ര തിരിച്ചിരിക്കുന്നു. ഇനി നേരെ പത്തനംതിട്ട റാന്നി കോടതിയിലേക്കാണല്ലേ? തീർച്ചയായും രോഹിണി, റാന്നി കോടതിയിലേക്കാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും വാഹനം, അതായത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും വാഹനം യാത്ര ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നിലവിലിപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഇടയിൽ അടക്കമുള്ളവർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അനുഗമിക്കുന്നുണ്ട്. ആദ്യ വാഹനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, രണ്ടാമത്തെ വാഹനത്തിൽ പോറ്റിയുമായി അനുഗമിക്കുന്നുണ്ട്. ആദ്യ വാഹനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, രണ്ടാമത്തെ വാഹനത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ. ഒരുപക്ഷെ 10 മണിക്കൂറിലധികം നീണ്ട നിർണായകമായ ചോദ്യം ചെയ്യലുകൾ. ആ ചോദ്യം ചെയ്യലുകൾക്ക് ഒടുവിലാണ് ഈ നിർണായകമായ അറസ്റ്റിന് ശേഷമുള്ള നിർണായക നടപടി ഒക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരൊക്കെയാണ് ശബരിമലയിലെ സ്വർണം കവർച്ച നടത്തിയത്, കള്ളന്മാർ ആരൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ, അതിന്റെ കൃത്യമായ ആളുകളിലേക്ക് എത്താനുള്ള അന്വേഷണം, ആ അന്വേഷണത്തിന്റെ തുടർ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി ചില മൊഴികൾ ചോദ്യം ചെയ്യലുകളിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് SITയുടെ ഭാഗത്തു നിന്ന് നമുക്കിപ്പോൾ വ്യക്തമാകുന്ന സൂചനകൾ. അതായത് ഈ അന്വേഷണം ആരംഭിച്ച അന്ന് മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വിശ്വാസിയുടെ മുഖം അണിഞ്ഞ്, അല്ലെങ്കിൽ വിശ്വാസിയുടെ പേര് പറഞ്ഞ് ദല്ലാളിന്റെ രൂപത്തിൽ ശബരിമലയിൽ കടന്നുകൂടി സ്ഥിരീകരിച്ചു. ഭഗവാന്റെ സ്വർണം അവിടെ നിന്നും കടത്താൻ കൃത്യമായ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് അങ്ങനെ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അന്വേഷണ സംഘം സ്ഥിരീകരിച്ചതിന് പിന്നാലെ കൃത്യമായ തന്നെ മോണിറ്റർ ചെയ്യുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ തെളിവുകൾ ലഭ്യമായി മാത്രം ശേഖരിച്ചുകൊണ്ട് തന്നെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ കോളിളക്കം സംഭവിപ്പിച്ച വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ച ആ ഒരു കേസിന്റെ നിർണായകമായ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ച് റാന്നി കോടതിയിലേക്ക് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും, അതായത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പടിഞ്ഞാറേക്കോട്ടയാണ്. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും നേരെ പോകുന്നത് MC റോഡ് വഴിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 3 മണിക്കൂറിലധികം നീണ്ട യാത്രയ്ക്ക് ഒടുവിൽ പത്തനംതിട്ട കോടതിയിലേക്ക് എത്തിക്കും. അവിടെ റാന്നി കോടതിയിലാണ് ഈ 2 FIRകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരിധി വരുന്നത്. അപ്പോൾ ഈ 2 കേസുകളിലെയും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുതൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു അന്വേഷണ സംഘം എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കും. കോടതിയെ ധരിപ്പിച്ചതിന് ശേഷം ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം, കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം മാത്രം കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കും തെളിവെടുപ്പിലേക്കും ഒക്കെ കടക്കാനാണ് ഇപ്പോൾ സംഘം ആലോചിക്കുന്നത്. പ്രധാനമായും കൃത്യമായ ഗൂഢാലോചന സ്വർണ്ണക്കടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു സ്പോൺസറായി എത്തിയത് മുതൽ ശബരിമലയിലെ സ്വർണം ഏത് വിധേന എങ്ങനെ ഏത് വഴിയിലൂടെ കടത്താമെന്നുള്ള കൃത്യമായ പ്ലാനിംഗ് ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറാക്കിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ അതിന് പിന്നിൽ ആരൊക്കെ ആ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ആ ഒരു ക്രൈമിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്താനാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. എന്തായാലും ദല്ലാളെന്ന പേരിൽ ഒരാളിലേക്ക് മാത്രം ഈ കേസ് അന്വേഷണം ഒതുങ്ങുമോ, അതോ മറ്റുന്നത ഉദ്യോഗസ്ഥർക്കെതിരെ, മന്ത്രി അടക്കമുള്ളവർക്കെതിരെ ഈ അന്വേഷണം നീങ്ങുമോ എന്നുള്ളതാണ് എന്തായാലും കണ്ടറിയേണ്ടത്. എന്തായാലും 2019 ശബരിമലയിലെ സ്വർണ്ണപ്പാളി, അതായത് കട്ടിളപ്പാളി ഇളക്കി മാറ്റി അത് ഉരുക്കിയതിനും ഒപ്പം തന്നെ ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കട്ടതിനുമൊക്കെ കൃത്യമായ ഉത്തരത്തിലേക്ക് SIT അന്വേഷണ സംഘം എത്തുകയാണ്. എന്തായാലും 6ാം ദിവസം, അതായത് ഈ കേസന്വേഷണത്തിന്റെ അന്വേഷണ പുരോഗതി കോടതിയിൽ നൽകേണ്ട 10ാം ദിവസത്തിലെ 6ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമുള്ള നടപടിക്രമങ്ങളിലേക്ക് SIT ിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ചലനങ്ങൾ, അല്ലെങ്കിൽ വലിയ രീതിയിൽ പലരും ഒരു പക്ഷേ ഇതിലേക്ക് പെടുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. 2010 കമ്മീഷണറായിട്ടിരുന്ന N. വാസു, ഒപ്പം തന്നെ കൂടാതെ തന്നെ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കുകയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ദേവസ്വം ഒരു രീതിയിലും കൂടിയാലോചന അല്ലെങ്കിൽ ചർച്ചകളോ ഒന്നും നടത്താതെ ദേവസ്വം ഉത്തരവിറക്കി
ഒരു സ്പോൺസറാക്കിക്കൊണ്ട് ഈ ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിക്കുന്നു. അതിലേതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ടോ? ആരാണ് കൃപേഷ്? കൃപേഷിന്റെ കയ്യിൽ എങ്ങനെ ഈ സ്വർണം എത്തി? അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ? അതോ മറ്റാരെങ്കിലും ആണോ ഈ കൃപേഷ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്? അപ്പോൾ കൃപേഷിനെ സംബന്ധിച്ചിടത്തോളം ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പേട്ട പോലീസ് ഈ വാഹനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം റാന്നിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ശാലിനി പറഞ്ഞതുപോലെ ഇനിയാണ് ഗൂഢാലോചനയുടെ ചുരുളഴിയേണ്ടത്. അതിന് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ, അതിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചേരേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ തന്നെ കൂടുതൽ കണ്ണികളിലേക്കും അതോടൊപ്പം കൂടുതൽ അറസ്റ്റിലേക്കും എത്തും എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തായാലും വലിയ രീതിയിലുള്ളൊരു അട്ടിമറി തന്നെ ദേവസ്വം രേഖകളിലടക്കം നടത്തിയിട്ടുണ്ട് ആസൂത്രിതമായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് കൂട്ടുനിന്നവർ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അവിടെ ഇത്ര വലിയ ഒരു സ്വാധീനം സൃഷ്ടിച്ചു, ഒരു സ്വാധീന വലയത്തിന്മേൽ ഇത്ര വലിയൊരു കൊള്ള എങ്ങനെ ശബരിമലയിൽ നടത്തി എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഇനി വെളിച്ചം വീശേണ്ടതുണ്ട്. എന്തായാലും ഈ നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അന്വേഷണ സംഘം കൂടുതൽ അറസ്റ്റിലേക്കും കൂടി കാര്യങ്ങൾ എത്തും എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? തീർച്ചയായും രോഹിണി, അങ്ങനെ തന്നെയാണ്. കാരണം കൃപേഷ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി ഇപ്പോഴും രേഖാമൂലം ഒരു വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട കേസ് അന്വേഷണം നടക്കുമ്പോൾ മുതൽ തന്നെ പല ഉദ്യോഗസ്ഥരും പല ജീവനക്കാരും അടക്കമുള്ളവർ സംശയനിഴലിലായിരുന്നു. ആ സംശയനിഴലിൽ നിൽക്കുമ്പോൾ തന്നെയാണ് നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ശബരിമലയിലെ ഈ സ്വർണം കവർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം വരുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പ്രതികരിച്ച അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. ക്രൈംബ്രാഞ്ച് FIR ഇടുന്നു. 2 FIRകളിലും 1-ാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ എത്തുന്നു. അങ്ങനെ കൃത്യമായ തെളിവുകളടക്കം പിന്നീട് SIT ശേഖരിക്കുന്നു. SIT വിജിലൻസിന്റെ, അതായത് ദേവസ്വം വിജിലൻസിന്റെ അരികിലെത്തി തെളിവുകൾ ശേഖരിക്കുന്നു. അവിടെ എത്തി ആ ദേവസ്വം വിജിലൻസ് തയ്യാറാക്കിയിട്ടുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നിരീക്ഷിക്കുന്നു. ആ കണ്ടെത്തലുകൾ നിരീക്ഷിച്ചതിന് ശേഷമാണ് വിജിലൻസ് SP-യിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുന്നത്. ആ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2 സ്ഥാപനങ്ങളിൽ, അതായത് ഒന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലും തുടർന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ തന്നെ സഹോദര സ്ഥാപനമായ മന്ത്രയിലും എത്തി തെളിവ് ശേഖരണം നടത്തുന്നു. ആ തെളിവ് ശേഖരണം നടത്തുമ്പോഴും കൃത്യമായ രേഖകൾ പലതും കണ്ടെത്താൻ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നോ മന്ത്രയിൽ നിന്നോ സാധിച്ചിരുന്നില്ല. അവിടെയൊക്കെ തെളിവുകൾ നശിപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് SIT എത്തി. അതിനും ശേഷമാണ് കൃത്യമായി ആ സമയത്തൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ ദല്ലാൾ എന്ന് പറയപ്പെടുന്ന സ്വർണം കടത്തിയിട്ടുള്ള ആ വ്യക്തി ഇവിടെയൊക്കെ ഉണ്ട്, ജാമ്യമടക്കം എടുക്കാനുള്ള മുൻകൂർ ജാമ്യമടക്കം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ തനിക്കെതിരെ ഉണ്ടായേക്കാമെന്ന സ്ഥിരീകരണം തന്നെ വരുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ എടുക്കാനുള്ള തിരക്കിട്ട ഓട്ടത്തിലും ശ്രമത്തിലും അഭിഭാഷകരുമായി കൂടിയാലോചനകൾ നടത്തുകയായിരുന്നു. ഇനി ഇപ്പോൾ അറിയേണ്ടത് ഈ സ്വർണം കടത്തലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ ഉണ്ടായി, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് SIT നടത്തിയത് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് കണ്ടറിയേണ്ടത്. എന്തായാലും കൃത്യമായ ചോദ്യം ചെയ്യലുകളിൽ കൃത്യമായ ഉത്തരം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൃത്യമായ തെളിവുകളുടെയും ഒപ്പം തന്നെ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഔദ്യോഗിക അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം MC റോഡ് കടന്ന് ഈ വാഹനം എത്തും. അപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് ആ വാഹനം എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. രോഹിണി, നിർണായകമായ നടപടിയിലൂടെ SIT കടക്കുകയാണ്. ഇനിയിപ്പോൾ 10-ാം തീയതി, അതായത് ഈ 10 ദിവസമാകുമ്പോൾ കോടതിയിൽ നൽകുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പ്രതിപാദിക്കും. ഒപ്പം തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഇനി വരുന്ന 4 ദിവസത്തിനുള്ളിൽ സംഭവിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. രോഹിണി, ശരി.